നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SVT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലാക്ടേറ്റിംഗ് മദേഴ്സ്, അതായത് പാല് കൊടുക്കുന്ന അമ്മമാർ കഴിക്കാവുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്നതും മാത്രമല്ല കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ എല്ലാവരും നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കും അല്ലേ? കാരണം എന്താണ്, കുഞ്ഞിനും കൂടെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്തുള്ള ഭക്ഷണവും ഡയറ്റും കൃത്യമായിട്ട് ഒക്കെ നല്ല രീതിയിലൊക്കെ നോക്കും. പക്ഷേ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട് ലാക്ടേറ്റിംഗ് ടൈമിൽ പാല് കൊടുക്കുന്ന സമയങ്ങളിൽ മിക്കവരും എന്താ പറയുക, കുറേ ഭക്ഷണങ്ങൾ സ്കിപ്പ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. മാത്രമല്ല, കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളായിരിക്കും അവർ കൂടുതൽ കഴിക്കുന്നതും. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളിലെ ലാക്ടേറ്റിംഗ് ടൈമിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് പല അമ്മമാരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഗ്യാസ് ഇല്ല, അതായത് അമ്മമാർക്ക് ഗ്യാസ് ഇല്ല, സോ കുഞ്ഞിനും ഗ്യാസ് വരില്ല എന്നുള്ളൊരു തോട്ടുണ്ട്. പക്ഷേ നമുക്ക് ഗ്യാസ് ഇല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ് വരും. കാരണം അമ്മമാർ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും പാലിൻ്റെ രൂപത്തിൽ കുഞ്ഞിന് കിട്ടുന്നുണ്ട്. സോ നമ്മൾ കഴിക്കുമ്പോൾ, അത് ലാക്ടേറ്റിംഗ് മദേഴ്സ് കഴിക്കുമ്പോൾ ആ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ അത് കുഞ്ഞിന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ലാക്ടേറ്റിംഗ് ടൈമിലായിരിക്കും ഇവർ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നത് അല്ലേ? പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെ മാസത്തിൽ വെയിറ്റ് കൂടാനുള്ള ചാൻസസ് നല്ല രീതിയിൽ അമ്മമാർക്കുണ്ട്. അപ്പോൾ ലാക്ടേറ്റിംഗ് ടൈമിൽ വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളൊരു തോട്ടിലായിരിക്കും ചില ആൾക്കാർ ഇരിക്കുന്നതും. സോ അതുകൊണ്ട് തന്നെ പല ഭക്ഷണങ്ങളും, കഴിക്കേണ്ട ഭക്ഷണങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. സോ ലാക്ടേറ്റിംഗ് ടൈമിൽ, നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ എങ്ങനെയാണോ ഫുഡ് കഴിച്ചിരുന്നത് അതേപോലെ തന്നെ ലാക്ടേറ്റിംഗ് ടൈമിൽ കഴിക്കണം എന്നുള്ളതാണ്. കാരണം ആ രീതിയിലുള്ള ഡയറ്റ്, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള ഡയറ്റ് തന്നെ നല്ല രീതിയിൽ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കഴിക്കാൻ ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ ചിലപ്പോൾ അവർക്ക് പിസ്സ, ബർഗർ, അതുപോലെ തന്നെ പപ്സ്, ഫ്രൈഡ് ഐറ്റംസ്, ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ പപ്പടം ഒരുപാട് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഫുഡുകളാണ് നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അത് കുഞ്ഞുങ്ങളിലെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. മാത്രമല്ല, എന്ന് മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. ഒരു 3 days വരെ ഓക്കെയാണ്, പക്ഷേ ഒരു 4th 5th ഡേ ഒക്കെ ആകുമ്പോൾ കുഞ്ഞിന് തന്നെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കാനായിട്ട് മടിക്കുകയും നല്ല രീതിയിൽ ഫീഡിങ് പ്രോപ്പർ ആവാതിരിക്കുകയും വെയിറ്റ് ലോസ് സംഭവിക്കുകയും മാത്രമല്ല ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് കുഞ്ഞുങ്ങൾക്ക് വരാനുമുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിവതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതിൽ ഒന്ന് പറയുന്നത്, വെജിറ്റബിൾസിൽ നമ്മൾ പറയുന്നത് കോളിഫ്ലവർ, ക്യാബേജ് പോലത്തെ സാധനങ്ങളും കഴിവതും ഒഴിവാക്കുക എന്നുള്ളതാണ്. പുറത്തിൽ നിന്നുള്ള ഫുഡ്സുകൾ നമ്മൾ കഴിക്കുന്നതും ഒഴിവാക്കുക എന്നുള്ളത്. കാരണം എല്ലാ രീതിയിലും ഉള്ള ഔട്ട്സൈഡ് ഫുഡ്സുകളിലും ചിലപ്പോൾ പ്രിസർവേറ്റീവ്സ് അങ്ങനത്തെ സാധനങ്ങൾ ചേർക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ആ രീതിയിലുള്ള ഫുഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് കഴിക്കുന്നത് കുഞ്ഞിനും അമ്മയ്ക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡായിട്ടല്ല തോന്നുന്നത്. കഴിക്കാവുന്ന ഫുഡുകൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് കൂടുതലായിട്ടും വെജിറ്റബിൾസ് ആണ്. ലീഫി വെജിറ്റബിൾസ് നല്ല രീതിയിൽ കഴിക്കുക, മുരിങ്ങയില നല്ല രീതിയിൽ കഴിക്കുക, ഉലുവയുടെ കഞ്ഞി. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഉലുവയുടെ കഞ്ഞി മാത്രം അല്ല പറയുന്നത്, അതിൽ കുറച്ച് റൈസും ഒക്കെ മിക്സപ്പ് ചെയ്തിട്ടുള്ള കഞ്ഞിയാണ് നമ്മൾ കുടിക്കാനായിട്ട് പറയുന്നതും. അത് കഴിക്കുക. ഇഷ്ടംപോലെ വെള്ളം, ഓരോ ഫീഡിൻ്റെ ഇടയ്ക്കും വെള്ളം നല്ലപോലെ കുടിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഫൈബർ കണ്ടൻ്റ് ആയിട്ടുള്ള ഫുഡ്സുകൾ കൂടുതലായിട്ടും കഴിക്കാൻ ട്രൈ ചെയ്യുക. കാരണം അതിലെല്ലാം കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫൈബേഴ്സും കിട്ടുന്നുണ്ട്. സോ കോൺസ്റ്റിപ്പേഷൻ എന്നൊരു കാര്യം, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് എന്നൊരു കാര്യം കുഞ്ഞുങ്ങൾക്കും അത് മാറി നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഓരോ ഫീഡിൻ്റെ ഇടയ്ക്കും ഈ ഒരു വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് അമ്മമാർക്ക് ക്ഷീണം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ എല്ലാ അമ്മമാരും ഒരുപോലെ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങണം എന്നൊന്നുമില്ല. മിക്കവരും എന്താ പറയുക, ഉറക്കം എന്ന് പറയുന്നത് ഒരു 0 ആയിരിക്കും. കാരണം ഉറക്കം വളരെ കുറവായിരിക്കും അമ്മമാർക്ക് ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ട്. സോ ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വെള്ളം എത്രമാത്രം വെള്ളം കുടിക്കുന്നു അത്രമാത്രം അമ്മയ്ക്കും ഹെൽത്തി ആയിട്ടിരിക്കും. കാരണം പാലിൻ്റെ പാല് കുഞ്ഞ് കുടിക്കുന്ന വഴി അമ്മയിലുള്ള ആ ഒരു വാട്ടർ കണ്ടൻറ്റ്, അതിൽ ബോഡിയിലുള്ള വാട്ടർ കണ്ടൻറ്റും കൂടെ ആണ് ആ പാലിൻ്റെ രൂപത്തിൽ കുഞ്ഞിന് കിട്ടുന്നത്. സോ അതുപോലെ തന്നെ വെള്ളം നല്ല രീതിയിൽ, എനി ഫ്ലൂയിഡ്സ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ
പ്ലെയിൻ ആയിട്ടുള്ള വാട്ടർ അല്ല, എനി ഫ്ലൂയിഡ്സ്, അതിപ്പോൾ ഫ്രഷ് ജ്യൂസ് ആവാം, ഷുഗർ ഇല്ലാണ്ട് ഫ്രഷ് ജ്യൂസ് കുടിക്കാം, അതല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കാം, ഏത് രീതിയിലുള്ള ഫുഡാണെങ്കിലും അമ്മമാർ കുടിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. മെയിനായിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒന്ന് ഞാൻ പറയുന്നത് നേറ്റീവ് മെഡിസിൻസ് ആണ്. അതിൽ എത്ര പേര് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നത് എനിക്കറിയില്ല, പക്ഷേ അത് കഴിക്കുന്നതും കുഞ്ഞുങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ്, എല്ലാ കുഞ്ഞുങ്ങളിലും ഒരുപോലെ അല്ല, ചില കുഞ്ഞുങ്ങളിൽ ഈ ഒരു നേറ്റീവ് മെഡിസിൻ, അതായത് പച്ചിലകൾ കുറുക്കി കഴിക്കുന്നതൊക്കെ ചില കുഞ്ഞുങ്ങളിൽ ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങളിൽ കാണിക്കാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരമരുന്നും കാര്യങ്ങളും പണ്ടത്തെ ആൾക്കാർ കൊടുക്കുന്നതാണ്, പക്ഷേ എങ്കിലും ഇപ്പോൾ നമ്മളെ ഈ പറയുന്ന പോലെ ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ പണ്ടൊക്കെ 4 മന്തിന് ശേഷം വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിനോട് ഒപ്പം തന്നെ. ഇപ്പോൾ നമ്മൾ WHO റൂൾ അനുസരിച്ച് 6 മന്ത്സ് വരെയും ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് ചെയ്യേണ്ടത്. അത് പല പഠനങ്ങളും നടത്തി കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്നുള്ളൊരു രീതി വന്നതിന് ശേഷമാണ് WHO പോലും ഒരു 6 മന്ത്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡ് മാത്രമേ കൊടുക്കാവൂ. ഈ പ്രീലാക്റ്റഡ് ഫ്ലൂയിഡോ അല്ലെങ്കിൽ തേനോ അല്ലെങ്കിൽ ഉണക്ക മുന്തിരിങ്ങയുടെ വെള്ളം, ഇതൊക്കെ ഗ്രേപ്പ് വാട്ടർ, ഇതൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നേറ്റീവ് മെഡിസിൻ്റെ കാര്യത്തിലും. നേറ്റീവ് മെഡിസിൻ അമ്മമാർ കഴിക്കേണ്ട എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, കഴിക്കാം, ഒരു 6 മന്ത്സ് വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം 6 മാസത്തിന് ശേഷം കുഞ്ഞു കുട്ടികൾ സെമി സോളിഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. സോ ബ്രസ്റ്റ് മിൽക്കിനോടൊപ്പം സെമി സോളിഡും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ കുറച്ചും കൂടി ഡൈജഷൻ അവർക്ക് ആ ഒരു 6 മന്ത്സിന് ശേഷം നല്ല രീതിയിൽ ആകുന്നുണ്ട്. സോ അതുവരെ അമ്മമാരൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. 6 മന്ത്സിന് ശേഷം അമ്മമാർക്ക് ഈ ഒരു നേറ്റീവ് മെഡിസിനും കാര്യങ്ങളും കഴിക്കാം. അതുപോലെ തന്നെ ഒരമരുന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. കാരണം അതും നമ്മൾ പല രീതിയിലുള്ള മെഡിസിൻസ് ആണ് ഈ ഉരച്ച് കൊടുക്കുന്നത് അല്ലേ. അതിലും ചില കുഞ്ഞുങ്ങളിൽ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാം, ഡയേറിയ പോലത്തെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, പാല് കുടിക്കാതിരിക്കാനുള്ള ചാൻസസ് വരെ ഉണ്ട്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ലാക്ടേറ്റിംഗ് മദർ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഒരു വിധത്തിലുള്ള ഈ ഒരു കോൺസ്റ്റിപ്പേഷനും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രോബ്ലം എല്ലാം നമുക്ക് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും. താങ്ക് യു.